നിങ്ങൾക്ക് എന്നോട് ഇത്രയും സ്നേഹം ഉണ്ടായിരുന്നോ? ഇനി കൊല്ലം മിണ്ടിയേക്കരുത്, എനിക്കൊരു സാധനം മേടിച്ചു തന്നിട്ടില്ല എന്നുള്ളത്. കല്യാണം കഴിഞ്ഞ പിന്നെ ഒരു കൊല്ലത്തേക്ക് ഇത് തന്നെ ഇട്ട് നടക്കോ? ഇനിയും വേണം. എനിക്ക് ആ പേജ് ഒത്തിരി ഇഷ്ടമായി. രാവിലെ തന്നെ കല്യാണം കാട്ടി നീലിയെല്ലാം ഒരുങ്ങി കെട്ടിയിട്ടുണ്ടല്ലോ. ദിവ്യ തന്നെ പരിപാടി? മോഹം ഒരു 1.5 കൊട്ട ഉണ്ടല്ലോ, ഒരുങ്ങി കെട്ടി തന്നെ പരിപാടി. എങ്ങോട്ടാ പോണേ? അല്ലേ തന്നെ എനിക്ക് മൂടില്ലായിരിക്കും, അതിൻ്റെ ഇടയ്ക്ക് ചൊറിഞ്ഞോണ്ട് വന്നോളൂ. മൂടിന് തന്നെ പറ്റി കേട്ടോ. എന്റെ സംഭവം തന്നെ അതെന്നെ ഒരുങ്ങി കെട്ടി സാധനം വാങ്ങി തരല്ലോ. എന്ത് സാധനം? എന്ത് സാധനം? എന്താ പാഴ്സൽ വരവാ ഇവിടെ? എനിക്ക് മാത്രം ഒന്നും വാങ്ങി തരുന്നില്ല. ഇപ്പൊ എന്നാ നിനക്ക് നിന്റെ പ്രശ്നം? നിനക്ക് എന്നാ വേണ്ടേ? നിങ്ങൾ എന്നേലും വാങ്ങി തരാറുണ്ടോ? ഈ സാരി തന്നെയാണ് ഈ മമ്മിയുടെ സാരി. അത് ഇനി ഇതിന് ഇടാനായിട്ട് ജ്വല്ലറീസ് ഇതിന് മാച്ചിങ് ആയിട്ടൊന്നുമില്ല. വിഷു ആയിട്ട് എനിക്ക് എന്തെങ്കിലും ഫോട്ടോഷൂട്ടൊക്കെ പ്ലാൻ ചെയ്യണമെന്നുണ്ട്. ഇതിന് മാച്ചിങ് ആയിട്ടൊന്നും ഇല്ലേ? ഇല്ല. അതിനാണ് നീ ഒരുങ്ങി കെട്ടി രാവിലെ തന്നെ ഈ മോഹം പിടിപ്പിച്ച് ഇങ്ങനെ? ഞാൻ വിചാരിച്ചു എന്റെ ഉണ്ടെന്ന ദിവസമൊക്കെ ഇട്ട് ഒരുങ്ങി കഴിഞ്ഞാൽ അറിയുന്നേ ഇതിന് മാച്ചിങ് ആയിട്ടൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത്. എനിക്ക് ഇത് കഴിഞ്ഞിട്ട് എന്തെല്ലാം പണി കൊള്ളാന്നറിയാവോ? ഇല്ലാത്ത സമയം ഉണ്ടാക്കി ഇതൊക്കെ ചെയ്യുന്നേ. എന്നിട്ട് ഇപ്പൊ എന്താ നിന്റെ പ്രശ്നം? എനിക്ക് ഇതിന് ചേരുന്ന ഒരു ഓർണമെന്റ്സും ഇല്ല. വിഷു ആയിട്ട് എനിക്ക് കുറച്ച് ഗോൾഡ് ആന്റിക് ടൈപ്പ് ഒരു ഓർണമെന്റ്സും ഇല്ല. അത് കിട്ടിയ പ്രശ്നം തീരുമോ? ആ കിട്ടിയ എവിടെ നിന്ന് കിട്ടാനോ? ആരെയും വാങ്ങി തരാനുണ്ടോ? ഞാൻ തന്നെ വാങ്ങണ്ടേ? അത് കിട്ടിയ പ്രശ്നം തീരുമോ? എവിടുന്നാ കിട്ടുന്നേ? ഇപ്പൊ കിട്ടിയ പ്രശ്നം തീരുമോ? എന്തൊക്കെ നിനക്ക് വേണ്ടേ? ഒരു മാലയോ ഒരു കമ്മലും മതിയോ? അത് പോവാൻ മനുഷ്യ വന്നു. ഇത്ര 4-5 വർഷമായിട്ട് എനിക്ക് ഇതുവരെ അങ്ങനത്തെ ഒന്നും വാങ്ങി തന്നില്ല. പിന്നെ ഇപ്പൊ ആ പരാതി മാറ്റിയേക്കാം. ഒരു മാലയും ഒരു വളയും കിട്ടിയ പ്രശ്നം തീരുമോ? നോക്കട്ടെ. ആദ്യം എന്നാന്ന് വെച്ചാൽ മേടിച്ചോ, എന്നിട്ട് ഞാൻ തീരുമാനിക്കാം. അങ്ങനെയാണെങ്കിൽ ഒരു വഴി ഉണ്ടാക്കാം. അപ്പോൾ ദിവ്യയുടെ ഭാര്യയുടെ കുറേ നാളായിട്ടുള്ള പരാതിയാണ് അവർക്ക് ഒരു സാധനം മേടിച്ച് കൊടുത്തിട്ടില്ല എന്നുള്ളത്. നമ്മൾ മേടിച്ച് കൊടുക്കുന്ന സാധനങ്ങളൊന്നും നമുക്ക് ഒരു സാധനമായിട്ടേ തോന്നാറില്ല. ഈ പെണ്ണുങ്ങൾക്ക് ഈ വള മാല ഇങ്ങനെയുള്ള സാധനങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ അതൊരു സാധനമായിട്ട് അവർ കണക്കാക്കുള്ളൂ. നമ്മുടെയൊക്കെ ഒരു ഗതികേട് എന്ത് ചെയ്യാനായിട്ട്. അപ്പോൾ ഇന്നത്തെ പരാതി തീർക്കാനായിട്ട്, ഇന്നത്തെ പരാതിയല്ല, കല്യാണം കഴിഞ്ഞപ്പോൾ അതിലുള്ള പരാതിയാണ്. ഈ പ്രാവശ്യം പരാതി അങ്ങ് മാറ്റി കൊടുക്കുന്നുണ്ട്. നമ്മൾ സ്മാർട്ട് സ്റ്റൈൽ എന്ന് വെച്ചാൽ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്. ഇവരുടെ ഇവർക്ക് വേണ്ടിയിട്ടുള്ള വള മാല കമ്മൽ, ലേഡീസിനെ അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന നിറച്ച് സാധനങ്ങളാണ്. സ്മാർട്ട് സ്റ്റൈലിൻ്റെ ഈ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ സാധനം കിട്ടും. അതുകൊണ്ട് നമ്മൾ വലിയ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ നമ്മളിപ്പോൾ കടയിലൊക്കെ പോയി മേടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ പ്രൈസ് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് തലയിറങ്ങി പോകും. അയ്യോ, ഈ സാധനമാണെങ്കിൽ ഇപ്പോൾ അവർക്ക് തന്നെ ഓർഡർ ചെയ്തോ എന്ന് പറഞ്ഞിട്ട് കൈ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. നിസ്സാര പൈസയ്ക്ക് അടിപൊളി സാധനം നമുക്ക് അവർ വീട്ടിലെത്തിച്ചേരും. അപ്പോൾ ദിവ്യയ്ക്ക് ഒരു മാല, കുറച്ച് കമ്മൽ, ഇതൊക്കെ ഞാനൊന്ന് ഓർഡർ ചെയ്ത് കൊടുക്കുക. അതോടുകൂടി പരാതി അങ്ങ് തീരുമല്ലോ. അപ്പം നമ്മൾ ഓർഡർ ചെയ്ത സാധനം വന്നിട്ടുണ്ട്. എങ്ങനെയുണ്ടെന്ന് നോക്കി. അയ്യോ, ആ ചിരി നോക്കി. അയ്യോ, ഇങ്ങനെ മോങ്ങിക്കൊണ്ടിരുന്ന ആളുടെ മുഖത്തേക്ക് ഇപ്പൊ നോക്കി. ഇതെനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആദ്യമായിട്ടാട്ടോ ഇങ്ങനെ എനിക്കൊരു സാധനം. ആദ്യത്തേതും അവസാനത്തേതും. ഓഹോ, ശരിയാക്കും. നീ ആദ്യം എനിക്ക് ഇങ്ങനെ മേടിച്ചു തോന്നണം. അങ്ങനെയാണ് ഭാര്യമാരെയൊക്കെ സ്നേഹിക്കുന്നത്. ഇതെന്നെ തിന്നാനുള്ള സാധനമാണ് എന്നും മേടിച്ചു തരാനായിട്ട്. ഇപ്പൊ കിട്ടിയത് അത് നീ തുറന്നു. സ്നേഹമുള്ള ഭർത്താവാണെങ്കിൽ ഭാര്യനെ എപ്പോഴും അണിയിച്ചൊരുക്കി നടത്തും കേട്ടോ. അയ്യോ, എന്തെല്ലാം സാധനം! സത്യമാണോ? എൻ്റെ കണ്ണുകളെ എനിക്ക് വിശ്വസിക്കാമല്ലോ അല്ലേ? ഇതൊക്കെ നേരാണോ ഞാൻ ഈ കാണുന്നത്? മാല രാവിലെ തന്നെ ഇവിടെ കിടന്ന ഒരാള് കാറി കൂവി. എന്നാ ചെയ്യണേ? ഇതൊക്കെ മേടിച്ചു കൊടുക്കാണ്ടിരിക്കാൻ പറ്റുമോ? ഇനി ഞാനൊരു സാധനം വാങ്ങി തന്നിട്ടില്ല എന്ന് ഞാൻ ഇവിടെ പറഞ്ഞ കേട്ടോ. ഞാൻ പറയുന്നത് കേൾക്കുന്ന പോലും ഇല്ല കേട്ടോ അവള്. അടിപൊളി. വാവ്, അമ്പോ, ഇതിന് എത്ര വില വന്നു? ഉണ്ടല്ലോ. അപ്പം നിന്നാ പോരെ, കുഴിയണോ? എനിക്കറിയണം എത്ര രൂപയെന്നൊക്കെ. സാധനം ഇഷ്ടപ്പെട്ടോ? എനിക്ക് ഇഷ്ടമായി, ഒത്തിരി ഇഷ്ടമായി. ആ, വിലയൊന്നും നീ അറിയണ്ട. അതിനൊരു 10,000 രൂപ കാണും. നേരെ നല്ല രസമുണ്ടല്ലേ, എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ ഇത് ഭയങ്കര വെസ്റ്റേൺ ടൈപ്പ് ആണല്ലോ. വാവ്, സൂപ്പർ. ഞാൻ ഇങ്ങനെ ഒരു റിങ് അന്വേഷിച്ച് നടക്കുമായിരുന്നു ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട്. സൂപ്പറായിരുന്നു. ഓ, എൻ്റെ ഇച്ചാൻ ഇങ്ങനെയൊക്കെ മേടിച്ചു തരും. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്നെ പറ്റി എന്നെ ഇത്ര സ്നേഹിക്കാൻ എന്തോ കാര്യസാധ്യത ഉണ്ടല്ലോ. അയ്യോ, എനിക്ക് മാല ഒത്തിരി ഇഷ്ടമായിട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഇതാണേ. നല്ല ട്രെൻഡിങ് ആണ്. സാധാരണ ഞാൻ അങ്ങനെ ഗോൾഡ് ടൈപ്പ് ഒന്നും ഇടാറില്ല, പക്ഷേ ഇതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല നല്ല സ്റ്റോൺ വർക്ക്, അതുപോലെ കുന്തൻ ബീഡ്സും വൈറ്റ് ബീഡ്സും എല്ലാം ആയിട്ട് നല്ല സിമ്പിളാണ്, എലഗൻ്റ് ആണ്. ഭയങ്കര രസമുണ്ട് കേട്ടോ. എന്നാണ് ഈ മേടിച്ചു തന്നല്ലേ? ഇത് എനിക്ക് ഇട്ടും കൂടെ താ ഇത് ഇട്ടുതരാമോ? അങ്ങനെ ആദ്യമായിട്ട്
അന്ന് കല്യാണത്തിൻ്റെ അന്ന് അതിന് ശേഷം ഇപ്പോഴാണ് എനിക്കൊരു മാല ഇട്ട് തന്നത്. ഇട്ടതാ ഇതിപ്പോൾ എങ്ങനെ ഇടിഞ്ഞ്? സൂപ്പർ. എന്താ ഒന്നുമില്ലേ? ഇറക്കത്തിലിട്ടാ മതി, എന്നാ ഭംഗി. അയ്യോ എന്ത് രസാ കാണാൻ. സിമ്പിൾ ആൻഡ് എലഗന്റ്. അതെ. വാവ്. അയ്യോ ഇന്ന് എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസം കേട്ടോ. ഷ്യാ, നിങ്ങൾക്ക് എന്നോട് ഇത്രയും സ്നേഹം ഉണ്ടായിരുന്നോ? ഇനി കൊല്ലം മിണ്ടിയേക്കരുത്, എനിക്കൊരു സാധനം മേടിച്ചു തന്നിട്ടില്ല എന്നുള്ളത്. കല്യാണം കഴിഞ്ഞ അന്ന് പിന്നെ ഒരു കൊല്ലത്തേക്ക് ഇത് തന്നെ ഇട്ട് നടക്കോ? ഇനിയും വേണോ? എനിക്ക് ആ പേജ് ഒത്തിരി ഇഷ്ടമായി. എനിക്ക് ഇനിയും വേണോ അതിനകത്ത്? പേജ് കാണിച്ചു തന്നല്ലോ. ആ കയറുക, ഓർഡർ ചെയ്യുക, പൈസ കൊടുക്കുക, ഹാപ്പി ആയിട്ട് ഇരിക്കുക. പൈസ പപ്പൻ തരും. പപ്പനോ? ആ പപ്പൻ തരും. ഇത് പിടിച്ച് ഈ ജിമ്മിക്കും കൂടെ ഇട്ട് കാണിക്കട്ടെ. ഈ ജിമ്മിക്കാണേലും ഭയങ്കര രസമാണ് കേട്ടോ. നല്ല ഗ്രീൻ ആൻഡ് പർപ്പിൾ കളറിൽ സ്റ്റോൺ വർക്കൊക്കെ ഉണ്ട്, പിന്നെ ബീഡ്സ് വർക്കുണ്ട്. ഭയങ്കര എലഗൻ്റ് ആണ്. അതുപോലെ തന്നെ നല്ല ഒരു കളറാണ്, ആൻറ്റിക് ഗോൾഡ് ആണ്. ഏതാൻ്റെ ഗോൾഡാന്ന് പറഞ്ഞത്? മിണ്ടായിരിക്കും, തമാശ പറയുന്നുണ്ട്. ഞാൻ ഒരു സീരിയസ് ആയിട്ടൊരു കാര്യം പറയുമ്പോൾ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് കേട്ടോ. ഇത് നാഗവല്ലിയുടെ മാങ്ങാമാല, തേങ്ങാമാല എന്നൊക്കെ പറയുന്ന മാതിരി. ഹായ്, നല്ല രസമല്ലേ? വാവ് എന്നൊക്കെ പറയണമെങ്കിലേ ലാലേട്ടൻ്റെ ഒരു ഡയലോഗ് ഉണ്ടായിരുന്നല്ലോ. പോയേ എനിക്ക് പോ. അപ്പോൾ ഇതാണ് നമ്മുടെ കംപ്ലീറ്റ് ഔട്ട്ലുക്ക്. ഈ ഒരു ഔട്ട്ഫിറ്റും ഈ ഒരു ജുവലറീസും ഒക്കെ ഒരുപാട് മാച്ച് ആവുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട്, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. സിമ്പിൾ ആൻഡ് എലഗൻ്റ് ആണ്. പിന്നെ വേറൊരു സെറ്റ് മാലയും കൂടെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ സൗണ്ട് റെക്കോർഡ് ആയിട്ടില്ല, സോ ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നത് അതുകൊണ്ടാണ്. ഈ ഒരു മാല വന്നിട്ടൊരു ആൻറ്റിക് സിൽവർ ടൈപ്പാണ്. അതുപോലെ തന്നെ നല്ല കളർഫുൾ ആയിട്ടുള്ള സ്റ്റോൺ വർക്കും വരുന്നുണ്ട്. അതും ഈ സാരിക്ക് നന്നായിട്ട് മാച്ചായി പോകുന്നുണ്ട്. അതിൻ്റെ കൂടെ അതിന് ചേരുന്ന കമ്മലും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മൊത്തത്തിലൊരു ഔട്ട്ലുക്ക് വന്നിട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ഈ 2 ഓർണമെൻറ്റ്സും സാരിക്ക് മാച്ചായി പോകുന്നുണ്ട്. ശരിക്കും ഇങ്ങനെ സിമ്പിൾ ആൻഡ് എലഗൻ്റ് ആയിട്ടുള്ള ജ്വല്ലറീസാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ഒരുപാട് വലിച്ചു വാരിയുള്ള ഇടുന്നേക്കാട്ടിലും എനിക്കിഷ്ടം ഇങ്ങനെ സിമ്പിളായിട്ട് ഇടുന്നതാണ്. അപ്പം നല്ലൊരു എലഗൻറ്റ് ലുക്കായിരിക്കും നമ്മുടെ ഔട്ട്ഫിറ്റും ജ്വല്ലറീസും എല്ലാം കൂടി വരുമ്പോഴത്തേക്കും. ഈ ഒരു മാലയാണേലും വളരെ സിമ്പിളാണ്, പക്ഷേ എനിക്ക് നന്നായിട്ട് ചേരുന്നുണ്ട് അല്ലേ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ ഒരു സാരിയെ പറ്റി പറയുകയാണെങ്കിൽ ഒരു സോഫ്റ്റ് സിൽക്ക് സാരിയാണ്. അധികം കോസ്റ്റ്ലി ഒന്നും ആയിട്ടുള്ളതല്ല, പക്ഷെ നല്ലതാണ്. നല്ല ഉടുത്ത് വരുമ്പോൾ നന്നായിട്ട് അത് ഇരിക്കുന്നുണ്ട്. നല്ലൊരു കളറുമാണ്. പിന്നെ ഈ ബ്ലൗസിൻ്റെ ആ ഒരു കട്ടിങ് വരുന്നത് ഇങ്ങനെയാണ്. ബാക്കിലാണെങ്കിലും ഒരുപാട് വള്ളികളൊക്കെ വരുന്നുണ്ട്. അങ്ങനെയാണ് ആ ബ്ലൗസിൻ്റെ സ്റ്റൈല് വന്നിട്ട്. അപ്പം ഈ ബ്ലൗസ് ഫുൾ സ്ലീവ് ബ്ലൗസാണ് ഇതിന് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ അടിപൊളി ഓർണമെൻറ്റ്സിന് സ്മാർട്ട് സ്റ്റൈൽ എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ കയറിയാൽ മതി. അപ്പോൾ ആ പേജിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെക്ക് ചെയ്യണം കേട്ടോ.